ഹലോ ഗായ്സ്, വെൽക്കം എൻ്റെ ചാനലിൽ നിന്ന് എന്തിനാ ഞാൻ വന്നേന്ന് പറയട്ടെ. ഇന്ന് ഞാൻ ശരിക്കും എന്തിനാ വന്നേക്കണേന്ന് വെച്ചാൽ ഈ ബെഞ്ച് മൊത്തം കാണിക്കാനാണ്. അത് മാത്രമല്ല, ഇതിനകത്തൊരു 14 മിനിറ്റ്സെങ്കിലും കാണും. അപ്പോൾ ഇതൊരു വലിയ വീഡിയോ ഒക്കെ ആയി വരുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്കും ഫോളോയും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഇട്ടിട്ട് പോണേ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു ബെഞ്ച് മൊത്തം കാണിക്കുവാണ്. അതിനു മുമ്പേ ഞാൻ നിങ്ങളോട് എന്തൊക്കെയൊക്കെ ചെയ്തതെന്ന് പറയും. ചെറിയൊരു ഡേ മൈ ലൈഫ് പോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇത് പാർട്ട് 1. ഇനി ഞാൻ ഉച്ചയ്ക്ക് പാർട്ട് 2 ഇടും. ഇപ്പോൾ 12 മണി ആകാറായി. ഉച്ചയ്ക്ക് ഒരു 2:30 ഞാൻ പാർട്ട് 2 ഇടും. ഞാൻ എന്തൊക്കെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് ഷോർട്ടാക്കിയതിനിട്ടും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വലുതായിരിക്കും. ഇത് ചിലപ്പോൾ 14 മിനിറ്റ്സ് കാണും. എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ബെഞ്ച് മൊത്തം കാണിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ എന്നാ പറയണേന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് സ്വിമ്മിംഗ് പൂളിൽ പോകും. സ്വിമ്മിംഗ് പൂൾ 2 മണിക്ക് ആണ് തുറക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 3 മണിക്ക് മുമ്പ് ഈ ഷൂട്ടൊക്കെ തരില്ല. അപ്ലോഡ് ചെയ്ത് എന്നിട്ട് ഞാൻ രാത്രിയിലും ഇടും കേട്ടോ വീഡിയോ പാർട്ട് 3. അപ്പോൾ ഞാൻ ആദ്യമേ ഞാൻ ഇന്ന് 7 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ട് പല്ലും തേച്ച് പല്ല് തേച്ചിട്ട് പിന്നെ കഴിച്ചു, പിന്നെ പഠിച്ചു, പിന്നെ പോയി കളിച്ചു. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിരുന്നു. അത് കുറേ എല്ലാം കൂടി ചെയ്യും. അപ്പോൾ സ്റ്റഡിങ് ചെയ്യുമ്പോൾ എങ്കിലും ഒരു 8:30 വേണ്ടേ. അപ്പോൾ ഒരു 9 മണി ആയിരുന്നു. പിന്നെ പോയി കളിച്ചു, പിന്നെ പോയി കുളിച്ചു. പിന്നെ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നറിഞ്ഞു. അങ്ങനെ ഞാൻ പോകും. അപ്പോൾ ഞാൻ ഈ രാത്രിയിലും വൈകുന്നേരവും ഇടും, രാത്രിയിലും ഇടും. വൈകുന്നേരം ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. എന്നാന്ന് വെച്ചാൽ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ചാടിയാൽ ചിലപ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും ഇരിക്കും. അപ്പോൾ 6 മണിക്കൊക്കെയാണ് തിരിച്ച് വരത്തുള്ളതെന്ന് തോന്നും. ഈ 3 മണിക്ക് പോയാൽ ചിലപ്പോൾ ഞാൻ 6 മണിക്കാണ് തിരിച്ച് വരുത്തുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരിത്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. ഇന്ന് ഞാൻ ബെഞ്ച് മൊത്തം ഒന്ന് ഒബ്സർവ് ചെയ്ത് കാണിക്കാം. ആദ്യമേ തന്നെ ഞാൻ ഈ ബെഞ്ചൊക്കെ ഒന്ന് കാണിക്കാം. താഴത്തെ ഞാൻ കാണിക്കാം. ഇത് മൊത്തം ബുക്സാണ് കേട്ടോ. ഇത് മൊത്തം എൻ്റെ പേഴ്സണൽ ബുക്ക്, ജേർണൽ ബുക്ക് എല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഇതെൻ്റെ സ്കൂളിൽ കൊണ്ടുവന്ന പൗച്ച്. ഇതൊക്കെ ഈ പൗച്ച് എനിക്ക് ഇത് കിട്ടിയതാണ്, ഗിഫ്റ്റ് കിട്ടിയതാണ്. ലീഡ് ഒരു ആപ്പുണ്ട്. അത് ഞാൻ എന്നും ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ഈ പൗച്ച് ഇവിടെ തന്നെ വെക്കുന്നതാണ്. അടുത്തത് ഇതിനകത്ത് മൊത്തവും എൻ്റെ ക്രാഫ്റ്റ് സാധനങ്ങളാണ്. എല്ലാ ടൈപ്പ് ഗ്ലൂവും എല്ലാ ടൈപ്പ് ടേപ്പൊക്കെ ഉണ്ട്. ഗൺ ഗ്ലൂ ഉണ്ട്, പേസ്റ്റ് ഗ്ലൂ ഉണ്ട്, പിന്നെ എല്ലാ ഗ്ലൂവും ഉണ്ട്. ഇത് ഗൺ ഗ്ലൂവിൻ്റെ സ്റ്റിക്സൊക്കെയാണ്. ഇതിനകത്ത് എന്തൊക്കെയൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ 2 കാവൽക്കാരുണ്ട്. കണ്ടോ, 2 കാവൽക്കാരാണിത്. പിന്നെ ഇതെന്നതാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗിഫ്റ്റൊക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെ ആദ്യമേ തന്നെ ഇടുന്നത് ഇങ്ങനെ പരത്തിയിടത്തില്ല. അത് ഞാൻ ശരിക്കും പേപ്പർ വെച്ചാണ് പക്ഷേ അത് ടിഷ്യൂ വെച്ചുണ്ടാക്കി. പിന്നെ ഞാനുണ്ടാക്കിയൊരു ID കാർഡ്. ഇതിൻ്റെ ID കാർഡിൻ്റെ ഇത് തന്നെയാണ്, പക്ഷെ അതിനകത്ത് എൻ്റെ കാർഡ്ബോർഡ് വെച്ച് നമ്പരും എൻ്റെ അഡ്മിഷൻ അങ്ങനെയെല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഇതിൻ്റെ ഒരു മാലയാണ് ഓണത്തിനിടാനുള്ളത്. പിന്നെ ഇത് എന്നതാണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനത്തെ ഒരു പൗച്ച് ഉണ്ടാക്കിയിട്ട് ഈ ബ്ലൂ എല്ലാം നോട്ടീസ്, ഈ റെഡെല്ലാം നോട്ട് ഫോർഗോട്ട് കാണിക്കാൻ വേണ്ടി. കണ്ടോ, നോട്ട് ഫോർഗോട്ട്. ഇതാണ്. ഇത്രയേ ഉള്ളൂ ഇതിനകത്തിരിക്കുന്നത്. ഞാൻ പകുതിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ച് വെച്ചതാണ്. ഇത് ഞാൻ ഇന്നലെ എങ്ങാണ്ട് ഇത്
ഈ ഒരു പെട്ടി കണ്ടപ്പോൾ ഞാൻ ഇതിനകത്ത് വെച്ചതാണ്. അപ്പം ഞാൻ വീതിച്ച് വെക്കാതെ ഓർത്തു. പിന്നെ ഈ ഒരു ഈശോയുടെ ഒരു ഇതുണ്ട്. പിന്നെ ഇത് ഡവിൻ്റെ ഒരു പെട്ടിയാണ്. ഞാൻ ഡവ് സോപ്പ് കൊണ്ടാണ് എപ്പോഴും കുളിക്കത്തുള്ളൂ. പിന്നെയാണെന്ന് വെച്ചാൽ അതിനകത്ത് മോയ്സ്ചറൈസറുണ്ട്, ഏതായാലും മോയ്സ്ചറൈസർ ക്രീമും ഉണ്ട്. ഞാൻ ഡവ് ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് ഫേസ് വാഷ് ഉണ്ട്, ഞാൻ ഇപ്പോഴേ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പല്ല് തേച്ചൊക്കെ കഴിഞ്ഞപ്പോൾ സ്കിൻ കെയർ ആണ് എപ്പോഴേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പെട്ടിക്കകത്ത് തന്നെയാണ് കാണിച്ചു തരാം. ഇതിനകത്ത് എന്തൊക്കെയാണ് ഈ ഒരു ഡബിൻ്റെ പെട്ടിക്കകത്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇത് ഒരു മാങ്ങയുടെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു പെട്ടിയാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു പൂവാണ് കണ്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ബുഷാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പായി പോയതാണ് ഈ സംഭവം. ഓർത്തിരുന്നോട്ടേന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് പ്രിൻ്റ് എടുത്ത് തന്നെയാണ്. എനിക്ക് ഫ്രണ്ട് തന്നൊരു സ്റ്റിക്കറാണ് ഉണ്ടാക്കി. പിന്നെ ഈ ഒരു മാങ്ങയുടെ അടപ്പാണിത്. മാങ്ങ ഐസ്ക്രീം. ഇതൊരു ടിഷ്യൂ. പിന്നെ ഇത് രണ്ടും എനിക്ക് കിൻഡർ ജോയിൽ ഫിറ്റ് ആക്കണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തൊരു വളയുണ്ട്. ഞാൻ പുഴയിൽ പോയപ്പോൾ മെമ്മറിക്ക് എടുത്തതാണ് ഈ ഒരു 2 കല്ല്. പിന്നെ ഈ ഒരു കട്ടറും ഈ ഒരു മുത്തും ഉണ്ട്. കട്ടറും ഈ മുത്തും. പിന്നെ ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് സ്റ്റിക്കറാക്കിയത്. ഇതിൻ്റെ അകത്ത് സ്റ്റിക്കറാണ്. പിന്നെ ഇതുണ്ട്, മറ്റേ തുണിയൊക്കെ നമ്മൾ ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ ഇടുന്ന സംഭവം. പിന്നെ ഇതുണ്ട്. പിന്നെ എനിക്കൊരു ഫ്രണ്ട് തന്നൊരു കമ്പലുണ്ട്. ഫ്രണ്ട് തന്നൊരു ലെറ്ററും ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഡബിൻ്റെ പെട്ടിക്കകത്ത് ഞാൻ ഇടുന്നത്. എന്നാന്ന് വെച്ചാൽ ഞാൻ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇങ്ങനെ ഇടുമല്ലോ. അപ്പം എന്തെങ്കിലുമൊക്കെ വീതിച്ച് അപ്പുറത്തും വെക്കണ്ടേ. അങ്ങനെ ഞാൻ ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ വീതിച്ച് ആദ്യമേ ഈ ഡബിൻ്റെ പെട്ടിക്കകത്ത് വലുതായിട്ടൊന്നും അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു. മീൻസ് വലുതായിട്ടൊന്നും ഈ ഡവിൻ്റെ പെട്ടിക്കകത്ത് സാധനങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നെ എൻ്റെ സാധനങ്ങളൊക്കെ കൂടി വന്നപ്പോൾ ഞാൻ ഓർത്ത് ഇതിനകത്ത് കുറച്ച് കൂടുതൽ വെക്കാം. ഇവിടെ ഒരു ഈശോയുടെ രീതി ഇരിപ്പുണ്ട്. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ബാങ്കിൻ്റെ ആണ്. ഇതിൻ്റെ അകത്തിന് പേപ്പർ ഇത് എന്നതാണെന്ന് വെച്ചാൽ ഞങ്ങൾ ബാങ്ക് കളിച്ചപ്പോൾ എന്തായാലും ഇതിനകത്ത് പൈസ ഇട്ടാൽ, എൻ്റെ കുടുക്ക നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ആ കുടുക്കയിൽ നിന്ന് ഇങ്ങനെ പൈസ ഇട്ടാൽ ഇതിങ്ങനത്തെയാണ്. ഞാൻ ഉണ്ടാക്കിയതാണ് ഈ കാർബോളക്കത്ത്. അതിങ്ങനെ ഊർന്നു വരും. പൈസക്ക് ചില്ലറ ഇടാന്ന് ഓർത്താൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഊർന്നു വരും. ഇപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഉണ്ടാക്കിയതല്ലേ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ, അതുകൊണ്ടൊരു പേപ്പറും ഉണ്ട്. ഇങ്ങനെ 2000 എല്ലാം ഇതിനകത്ത് നിന്ന് ഇങ്ങനെ എഴുതി ഇങ്ങനെ പേപ്പർ കൊണ്ട് വെച്ച്. എനിക്ക് ഇങ്ങനത്തെയൊക്കെ വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതിനകത്ത് തന്നെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിനകത്ത് എന്നതാ ഉള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് എടുക്കാൻ കുറച്ച് പാടൊക്കെയാണ്. പിന്നെ ഇന്ന് ഞാൻ അത്രയ്ക്കും ഇത് വീഡിയോ ഇടാന്ന് വെച്ചിട്ട് നന്നായിട്ട് തുറന്നിട്ട് ജ്യൂസാക്കി അടച്ചു വെച്ചു. ഇത് ഞാനെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ണിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഒക്കെ ഇടുന്നത്. പിന്നെ ഇത് ടിഷ്യൂടെ ഒരു പാക്കറ്റ്. ഇത് ചീപ്പ് ചെയ്യുന്നത്. ഇത് സ്റ്റിക്കർ അല്ലെങ്കിൽ ഇതൊക്കെ സ്റ്റിക്കർ എടുക്കുന്ന, അല്ലെങ്കിൽ ഇത് പിന്നെ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. ഇനി ഇത് മറ്റേ ഇങ്ങനെ ക്ലിപ്പുന്ന സാധനം. നേരെ കുഞ്ഞ് സ്കെയില്, നേരെ കുഞ്ഞു ഗോലി, നേരെ കുഞ്ഞ് ക്ലിപ്പ്. എനിക്ക് എപ്പോഴും ഇതിഷ്ടമാണ്. എൻ്റെ തലയിൽ ചേർത്തില്ല, എന്നാലും ഇരുന്നോട്ടേ നോക്കും. എനിക്കെന്തായാലും ഇത് കാണുമ്പോഴേ ഇഷ്ടപ്പെട്ടു. അതെൻ്റെ ആൻറ്റി തന്നെയാണ് കേട്ടോ. എനിക്ക് ഈ സ്കെയിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എൻ്റെ BTSൻ്റെ പേനയിൽ നിന്ന് പൊട്ടിപ്പോയെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ പൊട്ടിച്ച് കളഞ്ഞതാണ്. എനിക്ക് ആ സ്കെയിൽ വേണമെന്ന് വെച്ചു. പക്ഷെ എനിക്ക് BTS ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ബ്ലാക്ക് ആൻഡ് പിങ്കും പിന്നെ സ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അടുത്ത സാധനം ഞാൻ കാണിക്കാം.
ഇത് മൊത്തം ഞാൻ ഉണ്ടാക്കിയൊരു പൗച്ച്, ഇതൊരു ഗെയിം, ഇത് മറ്റേ ഇങ്ങനെ ലെറ്ററൊക്കെ വെക്കുന്നത്, ഒരു പാറ്റേൺ പേപ്പർ, ഇതെനിക്ക് ഒരാൾ ലെറ്റർ തന്നത്, രണ്ടാമത്തെ പാറ്റേൺ പേപ്പർ. പിന്നെ ഇതിനകത്ത് പെൻ ഹോൾഡറൊക്കെ ആട്ടോ, പക്ഷെ പെന്നല്ലാതെ ഞാൻ സ്ക്രൂ എല്ലാം വെക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ കവർ ചെയ്ത് വെച്ചാണ് ഒരു ഗ്ലാസ് എടുത്തിട്ട്. ഇതിനകത്ത് ഈ സ്കുഷിയുണ്ട്. ഞാനിത് മൊത്തം ഇതിനകത്ത് കവർ ചെയ്ത് വെച്ചേക്കുവാണ്. ഈ ടേപ്പെല്ലാം ഞാൻ കവർ ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇത് സ്പൂണുണ്ട്. പിന്നെ ഇവിടെ ഇതുണ്ട്, ടിഷ്യൂ. പിന്നെ ഇതിനകത്ത് സാധനമൊക്കെ വെക്കാനുള്ള കേട്ടോ, ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതൊരു മാല. പിന്നെ ഈ പെട്ടിക്കകത്ത് വലുതായിട്ടൊന്നും ഇല്ല. എൻ്റെ ഒരു കുഞ്ഞ് ക്ലേ, ഇങ്ങനത്തെ ഇതും ഓയിൽമെൻ്റൊക്കെയാണ്. പിന്നെ ഇത് കറുത്തിരുക. പിന്നെ ഇതിനകത്ത് കുറേ സ്റ്റിക്സും ബാൻഡേഡെല്ലാം ഉണ്ട്. നിരത്തി ഇട്ടേക്കുവാണ് ഞാൻ. ഇപ്പോഴാണ് ഓർക്കുന്നത് ഇതിനകത്തുള്ളത് ഞാൻ കാണിച്ചില്ല കേട്ടോ ഒന്ന്. ഇതിനകത്ത് ഈ സംഭവം ഇതിനകത്ത് ഇങ്ങനെ ഇതുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഇടാട്ടോ. ഇത് മാത്രമല്ല, ഇതിനകത്ത് എനിക്കൊരു ലെറ്റർ തന്ന ഒരാളുണ്ട്. പിന്നെ ഇത് റബ്ബർ കട്ട് ചെയ്ത് കിൻഡർ ജോയ് ഇതും, പിന്നെ ബ്ലേഡിൻ്റെ പകുതിയും, പിന്നെ ആ ലവിൻ്റെ അത്. ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇതെനിക്ക് കരാട്ടയ്ക്ക് കിട്ടിയതാണ്. പിന്നെ ഇതൊരു ഫയലാണ്, ഇതും ഒരു ഫയലാണ്. ഇതെന്നതാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് വെക്കാനുള്ള. പിന്നെ ഇതിൻ്റെ ഞാൻ ഉണ്ടാക്കിയ ഒരു ബോക്സാണ്. പിന്നെ ഇതെനിക്കൊരു ലെറ്റർ തന്നെയാണ്, ഇതെൻ്റെ ലെറ്ററാണ്. ഇതിനകത്ത് കളർ ക്രയോൺസാണ്, ഇതെൻ്റെ ഒരു ലെറ്ററാണ്. പിന്നെ ഇതിനകത്ത് റബ്ബറുണ്ട്. ഞാൻ ഉണ്ടാക്കിയൊരു ഇതുമുണ്ട്. ഇതാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ വെച്ചേക്കാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ. പിന്നെ ഇതൊക്കെ ജാതിക്ക എൻ്റെ ഒരു മെമ്മറിക്കാണ്, കല്ലുകളൊക്കെ എൻ്റെ മെമ്മറിക്കാണ്. പിന്നെ ഇത് കുറച്ച് കാർഡ് ബോർഡ്സൊക്കെയാണ്, ഇതിൻ്റെ കുടുക്കയാണ്. ഇതിനകത്ത് ആ മാങ്ങയുടെ വേറൊരു ക്യാപ്പും, പിന്നെ ഫാനുമാണുള്ളത്. പിന്നെ ഈ ഒരു ഓർഗനൈസർ. പിന്നെ ഇത് മൊത്തം എൻ്റെ നെയിം സ്ലിപ്പാണ്. അതിനകത്ത് എന്നതാണെന്ന് വെച്ചാൽ ഒരു ചൂലൊക്കെ, മീൻസ് ഇങ്ങനെ തുടയ്ക്കുന്ന ഈ ബ്രഷ് വെച്ച് നമ്മളിങ്ങനെ ഉണ്ടാക്കത്തില്ല, അതും. പിന്നെ നെയിൽസൊക്കെ ഞാൻ ഉണ്ടാക്കി, വളയുണ്ടാക്കി ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ ഈ ബോക്സിൻ്റെ അകത്തുള്ള എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ പ്ലാസ്റ്റിക് കവറും, പിന്നെ ഈ ഒരു ലാപ്ടോപ്പും ഉണ്ടാക്കി. ഇത് മൊത്തം ഞാൻ കാണിച്ചു. പിന്നെ ഇതും ആട്ടോ ഇനി താഴത്തെ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫയലുണ്ട്. പിന്നെ ഈ ഒരു പെട്ടിക്കകത്ത് എന്നതാന്ന് വെച്ചാൽ ഇവിടെയൊന്നുമില്ല. ഇപ്പുറത്തെ എൻ്റെ കുറച്ച് പെൻസിലും കട്ടറിൻ്റെയൊക്കെ കുറച്ച് മെമ്മറിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഒരു കാർഡ് ബോർഡുണ്ട്, ഇവിടെ ഒരു കൂടുണ്ട്. പിന്നെ ഇതെനിക്ക് വേദപാഠത്തിന് കൊണ്ടുവന്ന ഒരു ബാഗാണ്, ഫ്ലൈറ്റ് ഞാൻ USA പോയപ്പോൾ കിട്ടിയതാണ്. അടുത്തത് എൻ്റെ കുറേ ബ്ലൈൻഡ് ബാഗ്സും, വലിയൊരു സ്കുഷിയും, കുറേ ബ്ലൈൻഡ് ബാഗ്സും ഒക്കെയാണ്. ഇത് പിന്നെ വേസ്റ്റ് പിന്നെ ഇതിൻ്റെ അടിയിലാണ് ഞാൻ ബാഗൊക്കെ വെക്കേണ്ടത്. പക്ഷെ ഞാൻ ഇവിടെ വെക്കുന്നില്ല, അത് ഞാൻ വെക്കും കേട്ടോ, ഇതിവിടെ വെക്കും, പക്ഷെ മടിയായതുകൊണ്ടാണ് ഞാൻ അവിടെ വെക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത് ഫുള്ളും കാണിച്ചു. ഇപ്പോളെ 12 മിനിറ്റ്സ് എങ്ങാണ്ടായി. അപ്പോൾ ഞാനിപ്പോളെ നിർത്തിയേക്കുവാണ്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ഷോർട്ടാണ് കേട്ടോ. ഇതൊരു ഡേ മൈ ലൈഫ് ആണെന്നിട്ട് ഓർത്താൽ മതി. പാർട്ട് 2 ഇരുന്നിട്ട് ഒരു ഷോർട്ടാണ്. പാർട്ട് 2 ഞാൻ ഇടുന്നത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്ക് ചിലപ്പോൾ ഞാൻ ഇടത്തില്ല, സമയം കിട്ടുമ്പോഴൊക്കെ ഇടും. പിന്നെ വൈകുന്നേരം ഇടും, പിന്നെ രാത്രിയിലും ഇടും. ഞാനിപ്പോൾ സ്റ്റഡിയൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇംഗ്ലീഷ് പഠിച്ചു. പിന്നെ ഇംഗ്ലീഷും
മാത്സും സയൻസും ഹിന്ദിയും ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പഠിച്ച് തീർന്നു. എന്നിട്ട് എനിക്കിനി ഒന്ന് പോകണം. ഞാൻ പോവാണ്. ഇങ്ങനെ ചെയ്തിട്ടൊരു കാര്യം.